ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതാനും ചില ഈ മുജാഹിദ് ജമാഅത്ത് ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, AP അബൂബക്കർ മുസ്ലിയാർ ഇവിടെ പറയുന്നത് പച്ചക്കളവാണ്. ആ പച്ചക്കളവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയായ ഹസൻ സഖാഫി തെളിവ് സഹിതം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ചെറിയ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ജുമാ ഖുതുബ അല്ലെങ്കിൽ പള്ളിയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കുക എന്നുള്ള ആ ഒരു കാര്യം, പള്ളിയിലേക്ക് സ്ത്രീകൾ പോവുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ പുരുഷന്മാർക്ക് ജുമാ എന്നുള്ളത് ഫർള് ഐനാണ്, അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ നിർബന്ധമായിട്ടും ജുമാക്ക് പോയിരിക്കണം. അതുപോലെ തന്നെ ദിനേനയുള്ള 5 വക്ത് നമസ്കാരങ്ങൾ പുരുഷന്മാർക്ക് മസ്ജിദിൽ പോയി അവിടെ ജമാഅത്തിൽ ഉൾക്കൊള്ളുക, ജമാഅത്തിൽ ചേരുക, കൂടുക എന്നുള്ള ആ ഒരു കാര്യം അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് വീട്ടിൽ നമസ്കരിച്ചാലും മതി. എന്നാൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുകയാണ് എങ്കിൽ അവരെ തടയാൻ പാടില്ല എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ മസ്ജിദിൽ പോയിരുന്നു. ഇവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പച്ചക്കളവാണ് പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹം തന്നെ ബഹ്റൈനിലെ ഒരു പള്ളിയിൽ ഖുതുബ നടത്തിയപ്പോൾ ആ പള്ളിയിൽ തന്നെ സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള, നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു ഷെഡ് കെട്ടിയിട്ടല്ല, മസ്ജിദിൻ്റെ ഭാഗമായി തന്നെയുള്ള സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള പ്രത്യേക ഭാഗത്ത് അവർ നമസ്കരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു അവിടെ സ്ത്രീകൾ ആരും വന്നിരുന്നില്ല എന്നാണ്, കണ്ടിരുന്നില്ല എന്നുള്ളതല്ല. അതൊക്കെ ഹസൻ സഖാഫി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. തെളിവ് സഹിതമാണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത്. ഈ സ്ത്രീകൾ ജുമാക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് മസ്ജിദിലേക്കോ പോകുന്നത് എന്തിനാണ് ഇവർ ഇത്ര ഭയപ്പെടുന്നത്? ഇവർക്ക് ആത്മനിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണോ? എനിക്കങ്ങനെയാണ് ഇതുവരെയും തോന്നിയിട്ടുള്ളത്. നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുൻപ് തന്നെ മസ്ജിദിലെത്താൻ ശ്രമിക്കുന്നവരും ഖുതുബ കേൾക്കുവാൻ ശ്രമിക്കുന്നവരുമാണ്, ഖുതുബ കേൾക്കുന്നവരുമാണ്. ഇവിടെ ഖുതുബ കേൾക്കുക എന്നുള്ളത് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ ആരൊക്കെയോ പാടുന്നത് കേൾക്കുക എന്നുള്ള ആ ഒരു കാര്യമല്ല ഞാനിവിടെ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ആ വിഷയത്തിൽ പല ആളുകൾക്കും പല തർക്കങ്ങളും പല സംശയങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇവർ തന്നെ ഇവരുടെ SYSൻ്റെ എന്തോ ഒരു വലിയ പ്രോഗ്രാമിന് വിളിച്ചത് അമേരിക്കയിലുള്ള ഒരു സ്കോളറെയാണ്, ഒരു പണ്ഡിതനെയാണ്. അദ്ദേഹം അമേരിക്കയിൽ ഖുതുബ നടത്തുന്നത് ഷർത്തായ കാര്യങ്ങൾ, അറബിയിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം അറബിയിൽ പറഞ്ഞുകൊണ്ട് ബാക്കിയെല്ലാം ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അമേരിക്കക്കാരൻ ഇനിയിപ്പോൾ ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് അവരുടെ ആളുകൾ എന്ത് വളിനിക്കറിട്ടാലും പ്രശ്നമല്ല, അത് ബർമുടയാക്കി കൊണ്ട് നടക്കുന്ന ഒരു ടീമാണ് അവർ എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഇന്ന് ഒരു സഹോദരൻ്റെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഖുതുബ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആയിരിക്കുക എന്നുള്ളതാണ്. ഓരോ ആഴ്ചയിലും നമ്മൾ പുതിയ അല്ലെങ്കിൽ കേട്ടത് തന്നെ ഒന്നുകൂടി പഠിക്കുകയും നമ്മുടെ മനസ്സിൽ അടിയുറച്ച വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന കാര്യം. ഇനി പുതിയൊരു കാര്യമാണെങ്കിൽ അങ്ങനെ ഇഖ്റഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഖുർആൻ ഓതിയിട്ട് ആളുകൾക്ക് ഉത്ബോധനം നൽകുന്ന ആ ഒരു കാര്യമാണ് ഖുതുബയിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു ക്ലാസ്സും ഒരു മുസ്ലിമായ മനുഷ്യൻ കേട്ടിട്ടില്ലെങ്കിൽ പോലും സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച നടക്കുന്ന ഖുതുബകൾ അത് സശ്രദ്ധം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ ആഴ്ചയും ഓരോ അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നവാത്തത്തുൽ മിസ്രിയ എന്ന് പറയുന്ന പണ്ട് കുറേ കാലങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ്റെ ആ ഖുതുബകൾ എഴുതിയെടുത്ത് അതിങ്ങനെ ഈ മനുഷ്യർക്ക് മുമ്പിൽ പാടുന്ന ആളുകൾ പറയുകയാണ് ഖുതുബ അത് മാതൃഭാഷയിലാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ. അവർ ഖുതുബ മാതൃഭാഷയിലാക്കിയാൽ ആളുകൾ ദീൻ പഠിക്കും എന്നുള്ള കാര്യമാണ് അവരെ ഭയപ്പെടുത്തുന്നത്. സ്ത്രീകൾ മസ്ജിദിൽ പോയാൽ അവരും ഈ ഖുതുബ കേൾക്കുകയാണ്, അവർക്കും ദീൻ പഠിയും എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും സ്ത്രീകൾ പള്ളിയിൽ പോകാറുണ്ടോ ഇല്ലേ? ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്
ലോകത്തെവിടെയും സ്ത്രീകൾ പള്ളിയിൽ പോകാറില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ആളുകൾ ഹജ്ജിനും ഉംറക്കും കൊണ്ടുപോകുമ്പോൾ അവിടെ കുനൂത്തില്ല, അതുപോലെ തന്നെ അവിടെ വഹാബികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ തന്നെ സ്ത്രീകളെ കൊണ്ട് നമസ്കരിപ്പിക്കുന്ന ജമാഅത്ത് ഹോട്ടൽ മുറികളിലേക്ക് മാറ്റുന്ന ഒരു സിസ്റ്റമൊക്കെ അവരുടെ അടുത്തുണ്ട്. എന്നാൽ ഇദ്ദേഹം ഖുതുബ നിർവഹിച്ച മസ്ജിദിൽ അദ്ദേഹത്തിൻ്റെ ഖുതുബ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ഇമാമത്തിനു പിന്നിൽ മഅ്മൂമായിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്ത സ്ത്രീകൾ, ആ വീഡിയോ അടക്കം ഹസൻ സഖാഫി വിശദീകരിക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് പച്ചക്കളവാണ്. ഒരു കളവ് പറഞ്ഞാൽ തന്നെ അദ്ദേഹം പറയുന്നതിൽ ഒരു വിശ്വാസ്യതയും നമുക്കുണ്ടാവില്ല. കളവ് പറയുന്ന ആളാണെങ്കിൽ അയാൾ സത്യം പറഞ്ഞാൽ പോലും നമ്മളത് അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ചാബല്യം നിറഞ്ഞ ഈ പിഴച്ച വിശ്വാസവുമായിക്കൊണ്ട് ഈ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ പിഴച്ച വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തൽക്കാല ദുനിയാവ് മാത്രമാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഹസൻ സഖാഫി അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. കേൾക്കുക സഹോദരന്മാരെ, കള്ളം പറയുന്നവന് എത്ര വലിയ തലകെട്ട് കെട്ടിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുവാനുള്ളത്. ഹസൻ സഖാഫിയുടെ വീഡിയോയിലേക്ക്. ഇവിടെ ചെയ്തു വരുന്ന മുഴുവനും ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയത്തിലേക്ക് ആദ്യം വരാം. ബഹ്റൈനിലെ ജുമുഅ എന്താ വിഷയം? ബഹ്റൈനിലെ അറാദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ പള്ളിയിൽ നിങ്ങൾക്ക് പോകാം, അന്വേഷിക്കാം, പഠിക്കാം. കണ്ടവർ മുഴുവനും പറയുന്നത് ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് സ്ത്രീകൾ വരാറുണ്ട്. എല്ലാ ജുമുഅക്കും സ്ത്രീകൾ വരാറുണ്ട്. അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭദ്രമായ റൂമുണ്ട്. ആ റൂമിന്റെ ഒരു ഭാഗത്ത് സത്തുഹുൻ നിസാ എന്ന് പറയുന്ന ബോർഡ് കാണാം. അതിലേക്കുള്ള എൻട്രൻസ് വഴിയിൽ കാണാം മദ്ഖലുൻ നിസാ എന്നുള്ള ബോർഡ് കാണാം. അവിടെ സ്ത്രീകൾ ഉളൂ ചെയ്യുന്ന ഭാഗത്ത് മഹല്ലുൻ നിസാ എന്ന് പറഞ്ഞ് ഉളൂ ചെയ്യാൻ പ്രത്യേകമായ ഭാഗം കാണാം. ഈ ഒരു പള്ളിയില് കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചപ്പോ AP അബൂബക്കർ മൗലവി എന്ന് പറയുന്ന ആള് പെണ്ണുങ്ങളെ കണ്ടിയാണ് മൂപ്പര പരാതി. ഇത് സിറാജ് പട്ടം അദ്ദേഹം പറഞ്ഞത് മാത്രം വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട നാട്ടിലെ ഉസ്താദിന് ഉസ്താദ് പറയാറുണ്ട്, കളവ് പറഞ്ഞാൽ കുടുങ്ങിപ്പോകും മക്കളെ, സത്യം മാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല. വല്ല കുഴപ്പത്തിനും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല. അതേ സമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായികൾക്ക് ആകെ വഷളാകും. അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. കാരണം എന്താ? ഖത്തീബ് ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല. സ്വാഭാവികമാണല്ലോ. ഇദ്ദേഹം ഉളൂ ചെയ്ത് കാറിൽ കയറി നേരെ മിഹ്റാബിന് സമീപം വന്നിട്ട് അവിടെ വണ്ടി ഇറങ്ങി മിമ്പറിൽ കയറി ഖുതുബ നിർവഹിച്ചു. സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവില്ല. അയാളെ കുറ്റപ്പെടുത്താൻ പറ്റൊന്നുമില്ല. അയാൾക്കത് പറഞ്ഞാൽ മതിയായിരുന്നു. അയാൾ പറഞ്ഞത് ഞാൻ വായിക്കാം. ഹഡിങ് എന്താ? ബഹ്റൈൻ ജുമുഅ കുപ്പചരണത്തിന് പിന്നിൽ സുന്നി വിരുദ്ധ ഗൂഢാലോചന. സുന്നി വിരുദ്ധ ഗൂഢാലോചന. പെണ്ണുങ്ങൾക്ക് ഖുതുബോധി കൊടുത്തത് പിന്നെ സുന്നി വിരുദ്ധ ഗൂഢാലോചന. എന്നാ കേട്ടോ, മനാമ. ബഹ്റൈനിൽ ഞാൻ പങ്കെടുത്ത ജുമാ നിസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിനു പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു. കേട്ടോ, ബഹ്റൈനിലെ അറാദ് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന ജുമക്ക് പള്ളിയിൽ ഒരൊറ്റ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ എന്ത് മനസ്സിലാക്കും പൊതുജനങ്ങള്? ഇയാള് പള്ളിയിൽ ചെന്നോണ്ട് ആകെ നടന്നു, ഇവിടെ വല്ല പെണ്ണുങ്ങളുണ്ടോ നോക്കി നടന്നു എന്നാ. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഖുതുബോന ഖത്തീബ് എന്നാൽ ജുമ ഖുതുബോദിയാ പോരെ, പിന്നെ പെണ്ണുങ്ങളുടെ നോക്കിയെടുക്കണം. അതല്ലേ ഈ പറഞ്ഞത്? നിങ്ങൾ എന്റെ ബാക്കി വായിച്ചു നോക്ക്. എന്നിട്ട് പറയുന്നു, ജമിയത്തുൽ ഇസ്ലാമിയുടെ അതിഥിയായിട്ടാണ് ബഹ്റൈനിലെത്തിയത്. ജുമ നിസ്കാരം നേതൃത്വം നൽകിയ ഈ പള്ളിയുടെ 2 നിലയിലും പുരുഷന്മാർ മാത്രമാണ്. പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല്ല് വെച്ച നുണയാണ്. അയാളെ ശരിയാണത്. വല്ലാഹി പറയാൻ പറ്റെടുത്ത് വല്ലാഹി പറയും, അല്ലെങ്കിൽ സുമ്മ വല്ലാഹി കൂട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ കല്ല് വെച്ച നോണാന്ന് പറയും. ഇതാണ് പറഞ്ഞ കാന്തപുരത്തിന്റെ കല്ല് വെച്ച നോണാന്നുള്ളത്. എന്താ ഈ പറഞ്ഞർത്ഥം? സ്ഥിരമായി എവിടെ ജമാഅത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് അവിടുത്തെക്കാർക്ക് പരിചയമുണ്ട്. എല്ലാ ജുമഅക്കും വരാറുണ്ട്. ഇനി ഇയാൾ പറഞ്ഞ സത്യമാണ് എന്ന് സങ്കല്പിക്കാം. എങ്ങനെ? ഇയാള് വന്ന അന്ന് ഒരൊറ്റ പെണ്ണുങ്ങളും വന്നിട്ടില്ല എന്നാ ഈ മനുഷ്യന്മാരിപ്പോ എന്താ ധരിക്കുക? സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഇയാളെ പേടിയാണല്ല. എന്നാലും അതല്ലേ സംഭവിക്കുള്ളൂ.
എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾ വരും, എല്ലാ വക്കത്തിലും പെണ്ണുങ്ങൾ വരും. ഇന്ന് ഇയാളെ കുത്തുബക്ക് എന്നാന്ന് പോകാൻ പറ്റൂലട്ടോ എന്ന് മറ്റേ ആളാണ്. ഇതല്ലേ പറഞ്ഞതിനർത്ഥം? ാണ് ബഹ്റൈനിൽ മാത്രമല്ല, ഷാർജയിൽ പോയല്ലോ. ഷാർജയിൽ പോയിട്ട് 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചില്ലേ? ഇല്ല എന്ന് അബൂബക്കർ മൗലവിക്ക് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഷാർജയിൽ അദ്ദേഹത്തിന്റെ കൂടെ 8 റക്അത്ത് തറാവീഹ് നിസ്കാരത്തിൽ സംബന്ധിച്ച ഒട്ടനേകം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. നേരിൽ സംബന്ധിച്ച ആളുകൾ ഞാനുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അന്നും ഇദ്ദേഹത്തിന് പറ്റിയ അബദ്ധം, ഒരു കളവ് പറഞ്ഞു. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വിവാദമായി. ഇയാളെ ഈ സ്വഭാവം ജനങ്ങൾ അറിഞ്ഞു. 8 റക്അത്ത് തറാവീഹ് ഏതോ അറബികൾക്ക് വേണ്ടി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. ഇവിടെ വന്ന് 20 റക്അത്ത് എന്ന് പറയുന്ന ആള് അവിടെ പോയി 8 നിസ്കരിച്ചപ്പോ അതൊരു പ്രശ്നമാണ് എന്ന് കണ്ടപ്പോ ഉടനെ പറഞ്ഞു, അങ്ങനെ ഞാൻ തറാവീഹ് 8 നിസ്കരിച്ചു, ഞാൻ 20 നിസ്കരിച്ചത്. പിന്നെ തെളിവുകൾ നിരത്തിയിട്ട് കണ്ട ആളുകൾ കാര്യം തുറന്നു പറയാൻ തുടങ്ങിയപ്പോ ഇയാള് പറഞ്ഞു, ഞാൻ 8 റക്അത്ത് നിസ്കരിച്ച അയാൾ സലാം വീട്ടി നിർത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് 8 റക്അത്തേ ഉള്ളൂ. ഞാൻ ഉടനെ പോയിട്ട് വരാന്തയിൽ പോയിട്ട് ബാക്കി 12 പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ പള്ളിക്ക് വരാന്തനല്ല, ആ പള്ളിക്ക് വരാന്തല്ലാണ് അപ്പൊ തിരിഞ്ഞത്. അത് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, എന്നെ 3 റംസാജി കൊണ്ടുപോയി പറ്റിച്ചതാണ്. എങ്ങനെ ഇയാൾ ആദർശം 3 റംസാജി പറ്റിക്കല്? വിഷയം അവിടെയല്ല. വിതണികൾക്ക് വേണ്ടി 8 നിസ്കരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി 8 നിസ്കരിച്ചു കൊടുത്തു. അയാളെ ഭാഗം 20 ആണെങ്കിലും വേണമെങ്കിൽ കാശിന് വേണ്ടി 8 ആക്കാം. അത് തന്നെയാണത്.